ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ തൃക്കാരപ്പന വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഉത്രാടമാണ്, ഓണത്തിൻ്റെ തലേ ദിവസമാണ്. അപ്പോൾ നമുക്ക് തൃക്കാരപ്പന വെക്കേണ്ട പ്രിപ്പറേഷൻസ് ഒക്കെ നോക്കാം. സോ ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. അപ്പോൾ ഗായ്സ്, നമ്മൾ തൃക്കാരപ്പനൊക്കെ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് മുകളിൽ പൂവൊക്കെ കുത്തി വെച്ച് അണിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തൃക്കാരപ്പന വെക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നോക്കാം. പൂക്കളിടുന്ന തറയുടെ മുകളിൽ നമ്മൾ അണിഞ്ഞ് ഇലയൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ തൃക്കാരപ്പൻ്റെ മുകളിൽ പൂവൊക്കെ കുത്തി റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അകത്ത് ചെന്ന് നോക്കുമ്പോൾ അമ്മ ദേ പൂവൊക്കെ അരിയുന്നുണ്ടായിരുന്നു കേട്ടോ, തൃക്കാരപ്പനെ പൂജിക്കാനുള്ളത്. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും പോയി റെഡിയായി വിളക്കൊക്കെ കത്തിക്കുകയാണ് കേട്ടോ. പിന്നെ ഹോളിൻ്റെ നടുവിലായിട്ട് നമ്മൾ അണിഞ്ഞതിൻ്റെ അവിടെ ഇലയും പിന്നെ അട, പഴം, ശർക്കര, അവിൽ ഇതൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ചു, വിളക്കൊക്കെ കത്തിച്ചു. ഇത് ഞങ്ങളെല്ലാവരും കൂടി പോയിട്ട് തൃക്കാരപ്പനെയൊക്കെ ഓരോന്നായിട്ട് എടുത്ത് കൊണ്ടുവന്ന് 3 പ്രാവശ്യം വലം വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ വലം വെച്ച് കഴിഞ്ഞിട്ട് തൃക്കാരപ്പനൊക്കെ വിളക്ക് കത്തിച്ചതിൻ്റെ അവിടെ നമ്മൾ വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞ് ഫ്രണ്ടിൽ തറയമ്മ വെക്കാനുള്ള തൃക്കാരപ്പനെ തറയമ്മലും പിന്നെ ആ ഒരു മതിലിൻ്റെ അവിടെയായിട്ട് വേറൊരു തൃക്കാരപ്പനെയും കൂടെ വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ രൂപങ്ങളൊക്കെ താഴത്ത് ആണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ എടുത്ത് തൃക്കാരപ്പൻ്റെ അപ്പുറത്ത് ഓരോരുത്തരായിട്ട് കൊണ്ടുവച്ചു. അങ്ങനെ അച്ഛൻ്റെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച പൂക്കളൊക്കെ വെച്ച് തൃക്കാരപ്പനെ പൂജിച്ചുകൊണ്ടിരിക്കുകയാണ്. അകത്ത് വെച്ചിട്ടുള്ള തൃക്കാരപ്പനെ ആദ്യം പൂജിച്ചു. അത് കഴിഞ്ഞിട്ടുള്ള പൂ വെച്ചിട്ട് നമ്മൾ ഫ്രണ്ടിലൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു തൃക്കാരപ്പൻ്റെ മുകളിലും ഇട്ട് പൂജിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നേരത്തെ ആ രൂപങ്ങളെയൊക്കെ കൊണ്ടിട്ട് നമ്മൾ തൃക്കാരപ്പൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിനെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇതിങ്ങനെ കാണാനായിട്ട്. അത് കഴിഞ്ഞ് തുളസിയുടെ കുറച്ച് ഇലകൾ എടുത്തിട്ട് നമ്മൾ വെള്ളത്തിൽ മുക്കി തൃക്കാരപ്പൻ്റെ മുകളിലോട്ട് തെളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അടയുടെയും പിന്നെ ശർക്കരയുടെയും പഴത്തിൻ്റെയൊക്കെ ഓരോരോ പീസുകൾ എടുത്തിട്ട് തൃക്കാരപ്പൻ്റെ ആ ഒരു സൈഡിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ തൃക്കാരപ്പനെ പൂജിക്കലൊക്കെ കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് ചെന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ അടയും അവിലും ശർക്കരയും പഴവും എല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ട് അത് കഴിച്ചു കേട്ടോ. അങ്ങനെ തൃക്കാരപ്പന വെക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വേറെ അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അതായിരിക്കും ദിസ് സഞ്ജിത സൈനിങ് ഓഫ്.